പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ബുധനാഴ്ച യെശയ്യാ പ്രവചനം 44:3 അവിടെ വചനം വെളിപ്പെടുത്താണ്: വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. അതായത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അല്ലേ, വരണ്ട ഭൂമിയിൽ ജലം ഒഴുക്കുക എന്നുള്ളത്. അതുപോലെ ഉണങ്ങിയ നിലത്ത് അരുവി എങ്ങനെയാണ് സംഭവിക്കുന്നത്? എന്നിട്ട് പറയാണ്, ദൈവം പറയാണ്, നിൻ്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിൻ്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. അതായത് അതുപോലെ പ്രയാസം എൻ്റെ മോൻ എങ്ങനെ, അതായത് കുരിശുവരയില്ലാത്തൊരു മകൻ അല്ലെങ്കിൽ ദൈവവിചാരമില്ലാത്തൊരു മകൾ, ഇവളെങ്ങനെ അനുഗ്രഹിക്കപ്പെടും? അതായത് അസാധ്യം എന്നതുപോലെ അല്ലെങ്കിൽ ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ് അല്ലേ, വരണ്ട ഭൂമിയിൽ ജലം ഒഴുക്കുന്നത് പോലെ, ഉണങ്ങിയ നിലത്ത് അരുവികൾ ഒഴുക്കുന്നത് പോലെ നിൻ്റെ മക്കളെ ഞാൻ ഒരു അനുഗ്രഹമായി മാറ്റും. പ്രിയ അപ്പ, പ്രിയ അമ്മ, ഇത് നിന്നോട് പറയണത് എന്താണെന്നറിയാവോ? അതായത് നിൻ്റെ മകൻ്റെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം എത്രമാത്രം തകർന്നതായിക്കൊള്ളട്ടെ, താളം തെറ്റിയതായിക്കൊള്ളട്ടെ, ഒരപ്പൻ ഒരമ്മ തൻ്റെ മക്കൾക്ക് വേണ്ടി, വരും തലമുറകൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എത്രമാത്രം പാപം ഗ്രസിച്ച ഒരു കുടുംബമാണ് എങ്കിലും, ഒരു തലമുറയാണ് എങ്കിലും, അവിടെ കർത്താവ് ആ കുടുംബത്തെ ഏറ്റെടുക്കുമെന്ന ഒരു വലിയ പ്രതീക്ഷയാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇന്ന് ശരിക്കും ഈ വചനം ആത്മാർത്ഥമായിട്ട് നമ്മളോട് തന്നെ ഇത് പറയണം, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണം. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എൻ്റെ കുടുംബം എഴുതി തള്ളപ്പെട്ട ഒരു കുടുംബമല്ല, എൻ്റെ മക്കൾ ശപിക്കപ്പെട്ട ഒരു മക്കളല്ല, അവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് ആവർത്തിച്ച് ഈ വചനം പറയുക വഴി നമ്മളോട് തന്നെ ഈ വചനം പ്രഖ്യാപിക്കണം, നമ്മളോട് തന്നെ ഈ വചനം പ്രസംഗിക്കണം. ഹല്ലേലൂയ. കർത്താവേ, ഈ വചനത്തിൻ്റെ ഉൾപ്പൊരുൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ, ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.